ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2 പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെ കുറിച്ചിട്ടാണ്. അതായത് ഞാൻ കളി കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ഈ 2 ക്ലബ്ബുകൾ, ഈ 2 ടീമുകൾ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസിൽ ഇങ്ങനെ കൊമ്പ് കോർക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ടൈറ്റിലുകൾ അടിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലുകൾ കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മിനിമം ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലുകളിലും എല്ലാ സീസണിലും എത്തുന്ന തരത്തിലുണ്ടായിരുന്നു ആ ടീമുകൾ. അപ്പം വലിയ വലിയ ട്രോഫികൾ അടിക്കുന്നു, വലിയ വലിയ ട്രോഫികൾക്കായിട്ട് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്നു. ആ രീതിയിലുള്ള 2 സൈഡുകളായിരുന്നു. അതെ, ഞാൻ സംസാരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചും ചെൽസിനെ കുറിച്ചും തന്നെയാണ്. അതിൽ ചെൽസിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ര മോശമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ചെൽസി ആണെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് കിരീടമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല യുണൈറ്റഡിനേക്കാൾ ഭേദമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ എന്നാൽ പോലും ഈ സീസൺ 2 ടീമുകളും തുടങ്ങിയിട്ടുള്ളത് നല്ല രീതിയിലല്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. യുണൈറ്റഡ് സംബന്ധിച്ചോളം കുറേ കൂടി ഡീപ്പറായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അവിടെ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും ഞാൻ പ്രിവ്യൂവിൽ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെൽസിയുടെയും യുണൈറ്റഡിൻ്റെയും മത്സരങ്ങളുടെ എൻ്റെ പ്രഡിക്ഷൻ. അത് ശരിയായിട്ട് വന്നിട്ടുണ്ട്. 2 പേരും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. 2 പേരും തോറ്റ് തന്നു. അപ്പോൾ ചില പ്രഡിക്ഷൻസൊക്കെ ശരിയാവും, ചിലത് തെറ്റും. അങ്ങനെയാണല്ലോ പ്രഡിക്ഷൻസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെ തെറ്റുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ആർക്കെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ശരിയാണ്, റുബൻ അമോരിമിന് സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇനിയോസ് എത്തിയിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള ബ്രീഫിംഗാണ് നമുക്ക് കിട്ടുന്നത്. ശരി, സമയം കൊടുക്കാം. പക്ഷേ ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ, ഒരു 2 മത്സരങ്ങൾ അടുപ്പിച്ച് ജയിക്കാൻ ആ രീതിയിലൊരു കാര്യം ഡിമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇത്ര വലിയ ആനക്കാരിയാണ്. യുണൈറ്റഡിനെ പോലുള്ള ഒരു ജയൻറ്റ് ക്ലബിനെ സംബന്ധിച്ചോളം 2 മത്സരങ്ങൾ അടുപ്പിച്ച് ജയിക്കുക, 2 ലീഗ് മത്സരങ്ങൾ അടുപ്പിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലും സാധിക്കാത്ത സ്ഥിതിയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡെവസ്റ്റേറ്റിംഗ് ആണത്. 2 കളി അടുപ്പിച്ച് ജയിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ബ്രെൻഫോർഡിനെതിരെ പരാജയപ്പെട്ടിരിക്കുകയാണ് ജിടെക് കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിൽ. ബ്രെൻഫോർഡിൻ്റെ ഹോമിൽ 3-1 എന്നുള്ള സ്കോർ ലൈന്. ചെൽസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓൾഡ് ട്രാഫോർഡിൽ. അതിൽ ഞാൻ പറഞ്ഞിരുന്നു അന്ന് തന്നെ, അതായത് എൻസോ മരസ്കയ്ക്കും സാഞ്ചസിനുമാണ് നന്ദി പറയേണ്ടതുള്ളത്. അത് ശരിയാണ്. അതിപ്പോൾ ഈ കളി കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അവർക്ക് തന്നെയാണ് നന്ദി പറയേണ്ടിയിരുന്നത് ആ മത്സരം ജയിക്കുന്നതിനായിട്ട്. ഒബ്വിയസ്ലി യുണൈറ്റഡ് ആ മത്സരത്തിൽ ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കാൻ സാഞ്ചസിനൊക്കെ സാധ്യതയാണ്. അതൊക്കെ സാഞ്ചസിൻ്റെയും മരസ്കയുടെയും മണ്ടത്തരങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ്. അങ്ങനെ ഒരു വിജയം കിട്ടി, ഒരു ആശ്വാസ വിജയം കിട്ടി. അതിനുശേഷം ബ്രെൻഫോർഡിലേക്ക് പോയിപ്പോൾ ബ്രെൻഫോർഡ് ആണെങ്കിൽ അത്ര നല്ല ഫോമിൽ കളിക്കുന്ന ഒരു സൈഡൊന്നുമല്ല. അവിടെ നിന്ന് തോമസ് ഫ്രാങ്കൊക്കെ പോയിട്ടുണ്ട്, എംബൂം അവിടെ നിന്ന് പോയിട്ടുണ്ട്, നോർഗാർഡ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അവർ പുതിയ മാനേജറുടെ കീഴിൽ കളിക്കുകയാണ്. കീത്ത് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ അവരുടെ സെറ്റ് പീസ് കോച്ചിനെ അവർ കോച്ചാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ്. പക്ഷേ അവർ ജിടെക് കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിൽ ഈ സീസണിൽ അൺബീറ്റനാണ്. യുണൈറ്റഡിനെതിരെ എന്താണ് അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർമേഷനിൽ ചേഞ്ച് വരുത്തുന്നു. കീത്ത് ആൻഡ്രൂസ് അത്തരത്തിലൊരു അഡമൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റബോൺ ആയിട്ടുള്ള കോച്ചല്ല. ആൾക്ക് മനസ്സിലായി ഈ യുണൈറ്റഡ് ബീറ്റബിൾ ആയിട്ടുള്ളൊരു സൈഡാണ്. അപ്പോൾ ആ ഒരു ഫിയർ ഫാക്ടറൊക്കെ എന്നേ പോയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. യുണൈറ്റഡുമായിട്ട് കളിക്കുമ്പോഴൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ടീമുകൾ ടണലിൽ നിന്ന് തോൽക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബിഗ് ക്ലബ്ബുകളിൽ പലരുടെയും ആ ഒരു ഫിയർ ഫാക്ടറൊക്കെ പോയിട്ടുണ്ട്. ചെൽസിയുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. ആ ഫിയർ ഫാക്ടറൊക്കെ പോയിട്ടുണ്ട്. ടീമുകൾക്കറിയാം ഇവരെയൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ബ്രെൻഫോർഡ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുന്നു. ബ്രെൻഫോർഡ് ഒരു ഗെയിം പ്ലാനോടുകൂടി വരുന്നു. ആ ഗെയിം പ്ലാൻ അവർ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. ശരി, ആ പെനാൽറ്റി കോൺട്രവേഴ്സി, അതിൽ ആ റെഡ് കാർഡ് കൊടുക്കാത്ത കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷേ ഓവറോൾ യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് വാസ് അബ്സല്യൂട്ട്ലി അബിസ്മൽ. വളരെ മോശമായിരുന്നു. അപ്പോൾ കീത്ത് ആൻഡ്രൂസ് യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ തനതായിട്ടുള്ള ഒരു 5 at the back സിസ്റ്റമൊക്കെ മാറ്റി യുണൈറ്റഡിൻ്റെ ഈ ഒരു മിഡ്ഫീൽഡിലൊരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട് മിഡ്ഫീൽഡിൽ എക്സ്ട്രാ ബോഡി ആഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുകയാണ്. അപ്പോൾ എത്ര സുന്ദരമായിട്ടാണ് ചങ്ങായിയുടെ ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ BBC-യുടെയൊക്കെ ഒരു മാച്ച് ഓഫ് ദി ഡേയിൽ കൃത്യമായിട്ടും ഒരു കാര്യം പറയുന്നുണ്ട്. ഈ മത്സരം ജയിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ മത്സരത്തിൽ തിരിച്ചു വരുന്നതിനായിട്ട് റുബൻ അമോരിം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഫോർമേഷൻ അത് തന്നെ വെക്കുന്നു. പക്ഷേ ആ ഫോർമേഷനിൽ പ്ലേയേഴ്സ് മാറിയിട്ടുള്ള ഒരു സാധനമുണ്ട്. അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണത് പ്ലേയേഴ്സിന് കംഫർട്ടബിളായിട്ട് അവർ കളിക്കാത്ത പൊസിഷനിൽ കളിക്കാൻ പറ്റുന്നതെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. അതത്ര എളുപ്പമുള്ള സംഭവമല്ല. പക്ഷേ തൻ്റെ ആ ഒരു ഫോർമേഷൻ ചേഞ്ച് ചെയ്യാൻ ഒരു തരത്തിലും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, മാനേജർമാരെന്ന് പറഞ്ഞാൽ ചില മാനേജർമാർ വളരെ സ്റ്റബണായിരിക്കും. അവരുടെ ഫിലോസഫിയിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയുക, വല്ലാത്ത രീതിയിലുള്ള ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ടായിരിക്കും.
പക്ഷേ എന്താണ്, ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അത് ഗെയിം സ്റ്റേറ്റിനനുസരിച്ചിട്ട്. കാരണം ആ പേഴ്സണലുകൾ ആര് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യണ്ടേ. ആരാണ് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ, അവരുടെ മാക്സിമം എങ്ങനെ എടുക്കാൻ പറ്റും എന്നതിന് പകരം അവരെ താൻ വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയിൽ അവരുടെ എന്താ പറയുക ഫേവറബിൾ പൊസിഷനിൽ അല്ലെങ്കിൽ കൂടി അവരെ അവിടെ കളിപ്പിക്കുന്നതോടിട്ട് അത് ടീമിൻ്റെ മൊത്തത്തിലുള്ള ബാലൻസിലെ നഷ്ടപ്പെടുക. പ്രത്യേകിച്ചൊരു ഗെയിം ചേസ് കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ. ഒരു ഗെയിം ചേസ് ചെയ്യുമ്പോൾ ആ പ്ലേയേഴ്സ് കംഫർട്ടബിളായിട്ട് എവിടെയാണോ കളിക്കുന്നത് അവിടെ കളിപ്പിക്കുന്നതല്ലേ ടീമിന് ഗുണം ചെയ്യുള്ളൂ. ഇത് മൊത്തത്തിൽ കൺഫ്യൂഷനിൽ ഉണ്ടാക്കുക, മൊത്തത്തിൽ കെയോസിൽ ഉണ്ടാക്കുക. ആ രീതിയിൽ കെയോസ് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. അതായത് യുണൈറ്റഡ് മത്സരം തുടങ്ങിയത് ഈ ഒരു ഫോർമേഷനിലാണ്. ആ യൂഷ്വൽ 3 at the back സിസ്റ്റം തന്നെ. വിങ് ബാക്കുകളായിട്ട് റൈറ്റ് സൈഡിൽ ഡാലോ, ലെഫ്റ്റ് സൈഡിൽ ഡോർഗു, ബെന്തിരി കീപ്പറായിട്ട് ഡെലിക്റ്റ്, റൈറ്റ് സൈഡിൽ സെൻറ്റർ ബാക്കായിട്ട്, ലെഫ്റ്റ് സൈഡിൽ സെൻറ്റർ ബാക്കായിട്ട് ലൂക്ക് ഷോ, മഗ്വയർ, പിന്നെ സെൻറ്ററിൽ ഉഗാർത്തയും ബ്രൂണോ ഫെർണാണ്ടസും ആയിരുന്നു ടീമിലുണ്ടായിരുന്നു. പിന്നെ എംബൂമോ, കുഞ്ഞ, ഷെഷ്കോ ആ ഒരു ഫ്രണ്ട് ത്രീയിൽ. ഓക്കെ, പിന്നെ 66ാം മിനിറ്റിൽ ആദ്യത്തെ ചേഞ്ചുകൾ വരുത്തുകയാണ്. കോബി മേനുവിനെയും ലെനി യോരോനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മഗ്വയറിനെയും ഉഗാർത്തേനെയും പിൻവലിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. അപ്പോൾ എന്താണ് 2-1 എന്നുള്ള സ്കോറിൽ നിൽക്കുകയാണ് കേട്ടോ സ്കോർ. മത്സരത്തിൻ്റെ 20 മിനിറ്റ് ആയപ്പോൾ തന്നെ യുണൈറ്റഡ് 2 ഗോളിന് പുറകിൽ പോയിട്ടുണ്ടായിരുന്നു. ദുരന്തം ഡിഫെൻഡിങ് യുണൈറ്റഡ് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ 66ാം മിനിറ്റിൽ ഈ ചേഞ്ചസ് വരുത്തിയപ്പോൾ ലെനി യോരോ ആ ഒരു റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട് മാറുന്നു. ഡെലിക്റ്റ് ആയിരുന്നു അതുവരെ റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്നായിരുന്നു. അങ്ങനെ ഡെലിക്റ്റ് പിന്നെ മഗ്വയറിൻ്റെ പൊസിഷൻ എടുക്കുന്നു. ആ സെൻറ്ററിൽ കളിക്കാൻ തീരുമാനം എടുക്കുന്നു. മെയിനു ഉഗാർത്തയുടെ പൊസിഷനിൽ കളിക്കുന്നു. 81ാം മിനിറ്റിൽ വീണ്ടും ചങ്ങായി ചേഞ്ചസ് വരുത്തുകയാണ്. ലൂക്ക് ഷോക്ക് പകരം മൗണ്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഒരു എന്താണ് LCB ആയിട്ട് കളിക്കുന്ന ഒരു ഡിഫൻഡറിനെ പിൻവലിച്ചിട്ട് ഒരു അറ്റാക്കറിനെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്തായിരിക്കും ചങ്ങായി വിചാരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ഫോർമേഷൻ തന്നെ, ഫോർമേഷനിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പകരം ഡിയേഗോ ഡാലോ ആ ഒരു റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട് മാറുന്നു. ഓക്കെ, ലെനി യോരോ RCB ആയിട്ട് കളിക്കുന്നതായിരുന്നു. ലെനി യോരോ പോയിട്ട് LCB ആയിട്ട് കളിക്കുന്നു. അതായത് ലൂക്ക് ഷോൻ്റെ പൊസിഷൻ എടുക്കുന്നു. ഡെലിക്റ്റ് അവിടെ തന്നെ തുടരുന്നു. എംബൂമോ ഡിയേഗോയുടെ വല കളിച്ചിരുന്ന ആ റൈറ്റ് വിങ് ബാക്ക് റോൾ എടുക്കുന്നു. ഓക്കെ, ഇതാണ് ചേഞ്ചസ് വരുന്നത്. മൗണ്ട് എംബൂമോയുടെ ആ ഒരു 10 റോളിൽ ആൾ വരുന്നു. ഓക്കെ, ഇതായിരുന്നു സ്ഥിതി ഉണ്ടായിരുന്നത്. പിന്നെ 85ാമത്തെ മിനിറ്റ് ആയപ്പോൾ ഡോർഗുവിനെ കൂടി പിൻവലിക്കുന്നു നമ്മുടെ ചങ്ങായി. ഓക്കെ, ഡോർഗുവിനെ പിൻവലിക്കുന്നു. അതായത് ഒരു ലെഫ്റ്റ് വിങ് ബാക്കിന് പിൻവലിക്കുന്നു. എന്നിട്ട് സെർക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊരു അറ്റാക്കിംഗ് ചേഞ്ച് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർമേഷനിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല, സെയിം ഫോർമേഷൻ തന്നെ. അപ്പോൾ സെർക്സി ആ ഒരു 10 ആയിട്ട് കളിക്കുന്നു. മൗണ്ട് ആയിരുന്നല്ലോ അതുവരെ 10 ആയിട്ടുണ്ടായിരുന്നത്. മൗണ്ടിനും പിടിച്ച് ലെഫ്റ്റ് വിങ് ബാക്ക് ആക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ മൗണ്ട് ലെഫ്റ്റ് വിങ് ബാക്ക് ഡോർഗുവിൻ്റെ പൊസിഷനിൽ കളിക്കുന്നു. റൈറ്റ് വിങ് ബാക്കായിട്ട് എംബൂമോ കളിക്കുന്നു. മൗണ്ട് ജീവിതത്തിൽ ആ ലെഫ്റ്റ് വിങ് ബാക്ക് റോൾ കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമുള്ളൊരു സംഭവമാണ്. അപ്പം ആ രീതിയിലായിരുന്നു കാര്യങ്ങളാണ്. സെർക്സിയും മാറ്റിയാസ് കുഞ്ഞയും ആ ഒരു 10 കളിക്കുന്നു. ഷെഷ്കോ സ്ട്രൈക്കറായിട്ട് തുടരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ, ഡിഫൻസിൽ പ്ലെയേഴ്സ് സ്വിച്ച് ചെയ്യുന്നു, വിങ് ബാക്കിൽ പ്ലെയേഴ്സ് സ്വിച്ച് ചെയ്യുന്നു. അതിലൊന്നും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് അല്ല കളിക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇത് ടീമിന് വല്ല ഋതം ഉണ്ടാവുമോ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നടത്തി കഴിഞ്ഞാൽ? ഉണ്ടാവില്ല. ഒരു ഋതം ഉണ്ടായിരുന്നില്ല യുണൈറ്റഡിൻ്റെ ഗെയിമിൽ എന്നുള്ളത് ആ കളി കണ്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വലിയ രീതിയിൽ യുണൈറ്റഡ് ഒരു കംബാക്ക് നടത്തും എന്നുള്ളൊരു പ്രതീക്ഷയും ആ കളി കാണുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലുള്ളൊരു ക്ലബ്ബ് കളിക്കേണ്ടതായിട്ടുള്ളത്? ഇപ്പോൾ ചെൽസിക്കെതിരെ നടന്നിട്ടുള്ള ആ ഒരു സംഭവം അതൊരു ജസ്റ്റ് ഒരു അനോമലി മാത്രമാണ്. അത് ഒരു റെയർ സംഭവം. ചെൽസിക്ക് ഓൾഡ് ട്രാഫോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ മുട്ടിടിക്കും. അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ മണ്ടത്തരങ്ങൾ. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ തന്നെ അതേപോലെ തുടരുകയാണ്. ആ റിവ്യൂവിലും ഞാനത് പറയുന്നുണ്ടായിരുന്നു മാഞ്ചസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്തത് സണ്ടർലാൻഡിനെതിരെയാണ്. സണ്ടർലാൻഡ് ആണെങ്കിൽ ഒടുക്കത്തെ ഫോമിലാണ്. അവർ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അവർക്ക് 11 പോയിൻറ്റ്സ് ഓൾറെഡി സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്ററിനേക്കാളും ചെൽസിയേക്കാളൊക്കെ പോയിൻറ്റ്സ് സണ്ടർലാൻഡിനുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയാണ് ഈ മത്സരത്തിൽ നടന്നത്? യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ബോളുകൾ ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ക്രോസുകൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ലോങ് ത്രോയിനുകൾ അത് ബ്രൻഫോർഡിൻ്റെ ഒരു ആയുധമാണ്. സെറ്റ് പീസുകൾ എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ത്രോയിനുകൾ എന്നൊക്കെ പറഞ്ഞാൽ, ലോങ് ത്രോയിൻ എന്നൊക്കെ പറഞ്ഞാൽ കൈയോടെ എന്ന് പറഞ്ഞാൽ ചങ്ങായി ലോങ് ത്രോയിൻ ഇടും. അത് കോർണറൊക്കെ പോകുന്ന പോലെ രീതിയിലാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ അതൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒട്ടും കംഫർട്ടബിൾ അല്ല. ഹൈറ്റ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഡെലിക്റ്റ് ആണെങ്കിലും മഗ്വയറൊക്കെ ആണെങ്കിലും മത്സരം തുടങ്ങിയവർ അവർക്കൊക്കെ ഹൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ
യുണൈറ്റഡ് ആദ്യത്തെ ഗോൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? 8ാമത്തെ മിനിറ്റിൽ എങ്ങനെ ആദ്യത്തെ ഗോൾ വരുന്നു? സിമ്പിൾ ലോങ് ബോളാണ്. ഹെൻഡേഴ്സണൊക്കെ ആയിരുന്നു ബ്രെൻഫോർഡിൻ്റെ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. ആൾക്കൊന്നും ഒരു തരത്തിലും ഒരു ട്രബിളും ഉണ്ടാക്കാൻ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. 35-കാരനായിട്ടുള്ള ഫോമർ ലിവർപൂൾ പ്ലെയർ വളരെ കംഫർട്ടബിളായിട്ട് ആ മിഡ്ഫീൽഡിൽ കളിക്കുകയാണ്. യാർമോലിയുക്ക് എന്ന് പറയുന്ന മറ്റൊരു ചങ്ങായി ഡാംസ്ഗാർഡ് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തരും. ആ രീതിയിൽ ന്യൂമെറിക്കൽ അഡ്വാൻറ്റേജ് അവർക്ക് മിഡ്ഫീൽഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. പിന്നെ അവരുടെ ആ ഒരു ടാക്ടിക്സ്, ആ ഗെയിം പ്ലാൻ, ലോങ് ബോളുകൾ കൊടുക്കുക, അതൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നു. ആദ്യം തന്നെയാണ് അവരുടെ ഗോളുകളും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഗോളിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ യുണൈറ്റഡിൻ്റെ മോശമില്ലാത്ത രീതിയിലൊരു അറ്റാക്ക് നമ്മൾ കാണുകയാണ്. അവർ ആ ഒരു ബ്രെൻഫോർഡിൻ്റെ പ്രസ്സിനൊക്കെ മറി കടന്നിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ മാറ്റിയാസ് കുനിയക്ക് ഡാലുവാണ് പാസ് കൊടുത്തതെന്ന് തോന്നുന്നു. പക്ഷേ കുനിയ കുനിയുടെ അടുത്ത് പൊസിഷൻ ബ്രെൻഫോർഡ് എടുക്കുന്നു. അവിടെ കുനിയ ഫൗളിന് വേണ്ടിയിട്ടുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ ഹെൻഡേഴ്സനാണ് ആ ബോൾ കൊടുക്കുന്നത്. ഹെൻഡേഴ്സൻ്റെ ഒറ്റ ചിന്തയുള്ളൂ ലോങ് ബോൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ആ ലോങ് ബോൾ ഇഗോർ തിയാഗോ എന്ന് പറയുന്ന ആ സ്ട്രൈക്കർക്ക് കൊടുക്കുമ്പോൾ മഗ്വയർ എന്താണ് വിചാരിച്ചതെന്ന് വെച്ചാൽ, മഗ്വയർ അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് ഇടാൻ നോക്കിയതാണ്. അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് ഇട്ടത് ഒരു വല്ലാത്ത ട്രാപ്പായി പോയിന്നേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ആളെ സംബന്ധിച്ചിടത്തോളം ആ ട്രാപ്പ് അങ്ങോട്ട് വർക്കായില്ല. തിയാഗോ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഒരു ഫാന്റാസ്റ്റിക് ഫിനിഷ് അദ്ദേഹം പുൾ ഓഫ് ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ ഫിനിഷാണ്. പിന്നെ ബെയിന്തിർ 1-2 നല്ല സേവുകൾ നടത്തി. അല്ലെങ്കിൽ 2-3 ഗോളുകൾ അപ്പം തന്നെ ആയേനെ. അങ്ങനെ 1-0 ഇങ്ങനെ പിടിച്ച് നിർത്തുമായിരുന്നു ബെയിന്തിർ നല്ല കീപ്പറല്ല നമുക്കറിയാം. പക്ഷേ ചെങ്ങായി എങ്ങനെയൊക്കെയോ സേവുകളൊക്കെ നടത്തിയിട്ട് പിടിച്ച് നിർത്തുമായിരുന്നു. ഈ ത്രോയിനുകളും ക്രോസുകളും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ക്രോസുകൾ തടയാൻ പറ്റുന്നില്ല, ബോക്സിലേക്ക് വരുന്ന ക്രോസുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ രണ്ടാമത്തെ ഗോളും ബ്രെൻഫോർഡ് അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. വൺസ് അഗെയിൻ ലോങ് ബോളും തന്നെയാണ്. അപ്പോൾ ആ ലോങ് ബോൾ എങ്ങനെയാണ് വരുന്നത്? അത് നോ പ്രഷർ. ആ ഒരു പ്ലെയർക്ക് ബ്രെൻഫോർഡിൻ്റെ ഹാഫിൽ നിന്ന് ചങ്ങായി ആ ലെഫ്റ്റ് ചാനലിലേക്ക് ഒരു ബോൾ കൊടുക്കുന്നു. ഇഗോർ തിയാഗോ അവിടെ ഫാന്റാസ്റ്റിക്കായിട്ട് ചങ്ങായി ചെസ്റ്റ് ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ് തൻ്റെ സ്ട്രൈക്ക് പാർട്ട്ണറായിട്ടുള്ള കെവിൻ ഷാഡയ്ക്ക്. അപ്പോൾ അവിടെ ഡെലിക്റ്റിൻ്റെ തല ഇറങ്ങി തോന്നുന്നു. പിന്നെ ലോങ് ബോളിലേക്ക് ട്രാക്ക് ബാക്ക് ചെയ്ത് വരുമ്പോൾ തല ഇറങ്ങി തോന്നുന്നു. അപ്പോൾ ആൾക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ഷാഡിൻ്റെ അടുത്തേക്ക് പോയി. 2-3 പ്ലേയേഴ്സ് ഷാഡിനെ ലക്ഷ്യം വെച്ച് പോകുന്നു. ഈ ഇഗോർ തിയാഗോ ആ ഒരു സ്ട്രൈക്കറിനെ പോലെ കറക്റ്റ് ആ ഒരു സെൻറ്റർ ബോക്സിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ലൂക്ക് ഷോ ആണ് വരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഷാഡെ അവിടെ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു. ബെയിന്തിർ അതുവരെ 2 നല്ല സേവ് നടത്തിയിരുന്നു. ചെങ്ങായി അത് സേവ് ചെയ്ത പോലെ എന്നാണ് പുള്ളി വിചാരിച്ചത്. പക്ഷേ അത് നേരെ തട്ടിക്കൊടുത്തത് ഇഗോർ തിയാഗോയുടെ കാലുമൊക്കെയാണ്. ചെങ്ങായി അത് ടാപ്പിൻ ഫിനിഷ് ചെയ്യുന്നത് അവിടെ. അങ്ങനെ 2-0 ആകാണ്. 20 മിനിറ്റിനുള്ളിൽ തന്നെ 2 ഗോളുകൾ. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഇത് 2ാം തവണ മാത്രമാണ് ഒരു പ്ലെയർ ബ്രേസ് അടിക്കുന്നത് 20 മിനിറ്റിനുള്ളിൽ. എന്താപ്പത്? അങ്ങനെ 2-0 ആയി. പിന്നെ ഒരു ഗോൾ എങ്ങനെയൊക്കെയോ യുണൈറ്റഡ് മടക്കി. അതിൽ ഉഗാർത്തെ ഡോർഗുന് കൊടുത്തിട്ടുള്ള ബോൾ അത്ര നല്ലതൊന്നായിരുന്നില്ല. പക്ഷേ ഡോർഗു എങ്ങനെയൊക്കെയോ പിന്നെ അത് ക്രോസ് കൊടുക്കുന്നു. ക്രോസിന് തൂങ്ങിയിറങ്ങി വരികയാണ്. കെലഹർ എന്ന് പറയുന്ന ഫോമർ ലിവർപൂളിൻ്റെ കീപ്പറെ സംബന്ധിച്ചിടത്തോളം അത് ചെങ്ങായി ഹാൻഡിൽ ചെയ്യേണ്ട സംഭവമാണ്. അത് തട്ടി മാറ്റി ഇത് ആ ഡേഞ്ചർ ഏരിയയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷെഷ്കോ ഉണ്ടായിരുന്നു. ഷെഷ്കോ ആദ്യം ഹെഡ് ചെയ്ത് നോക്കി, അത് കെലർ സേവ് ചെയ്തു. പിന്നെ അത് ഡൈവേർട്ട് ചെയ്ത് നോക്കാൻ ശ്രമിച്ചു വലയിലേക്ക്, അതും കെലർ സേവ് ചെയ്തു. പിന്നെയും അത് കംഫർട്ടബിളായിട്ട് ഷെഷ്കോക്ക് അടിക്കാൻ പാകത്തിൽ തന്നെയാണ് വന്ന് വീണ്ടായിരുന്നത്. അങ്ങനെ ഷെഷ്കോ അത് അടിച്ച് കയറ്റി. 3rd ടൈം ലക്കിയാകുകയാണ് അവിടെ ബെഞ്ചമിൻ ഷെഷ്കോ തൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുപ്പായത്തിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. അതൊരു പോസിറ്റീവ് മൊമെൻ്റ് ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 2-1 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പ്രതീക്ഷയൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവണം അല്ലേ? 2-1 ആക്കിയില്ലേ ഫസ്റ്റ് ഹാഫിൽ തന്നെ. പക്ഷേ പിന്നീട് സെക്കൻഡ് ഹാഫിൽ എന്താണ് നമ്മൾ കാണുന്നത് വെച്ചാൽ 3-1 ആക്കാനുള്ള സുവർണാവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രെൻഫോർഡിനിട്ട. അഗെയിൻ ആ ഒരു ലെഫ്റ്റ് ചാനലിലേക്ക് ബോൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കുന്നു, ലോങ് ബോൾ കൊടുക്കുന്നു. കെവിൻ ഷാഡനെ ഡിഫെൻഡ് ചെയ്യാൻ ഡിയോഗോ ഡാലോ എന്ന് പറയുന്ന മഹാനായ ഡിഫൻഡർക്ക് സാധിക്കുന്നില്ല, ഫുൾ ബാക്കിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വിൻ ബാക്കിന് സാധിക്കുന്നില്ല. അവിടുന്ന് ഷാഡെ സിമ്പിളായിട്ട് ഒരു പാസ് പിക്ക് ചെയ്ത് കൊടുക്കുന്നു ഔട്ടാരെ അറ്റംപ്റ്റ് നല്ല രീതിയിൽ നടത്തുന്നു. പക്ഷേ ഫാന്റാസ്റ്റിക്കായിട്ട് സേവ് പുൾ ഓഫ് ചെയ്യണം അവിടെ ബെയിന്തിർ. പക്ഷേ സ്റ്റിൽ ഔട്ടാരെ ബെറ്ററായിട്ട് അത് ഫിനിഷ് ചെയ്യണമായിരുന്നു. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അങ്ങനെ പിന്നെ യുണൈറ്റഡ് പെനാൽറ്റി കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം. അപ്പോൾ അതിൽ ആ പെനാൽറ്റി കിട്ടുന്നതിൽ ലെനിയോറയുടെ ബോൾ ക്യാരിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഡിയോഗോ ഡാലോ കൊടുക്കുന്നു. ഡിയോഗോയുടെ ഫസ്റ്റ് ടച്ച് പാസ് അദ്ദേഹം മാറ്റിയാസ് കുനിയ റിലീസ് ചെയ്ത പാസ് നല്ലതായിരുന്നു. മാറ്റിയാസ് കുനിയ റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുന്നു. എംബൂമോ അതിലേക്ക് എത്തുന്നു. അപ്പോൾ കോളിൻസ് എന്ന് പറയുന്ന ഡിഫൻഡർ അതുവരെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ചെങ്ങായി ഈ എംബൂമോനെ പിടിച്ച് വീഴ്ത്തി താഴേക്ക് ഇടുന്നു. അപ്പോൾ എംബൂമോ അറ്റംപ്റ്റ് ചെയ്തത് പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പെനാൽറ്റിയാണ്, 100% പെനാൽറ്റിയാണ്. പിന്നെ അതൊരു റെഡ് കാർഡാണോ എന്നുള്ളതാണ് ചോദ്യം. അത് റെഡ് കാർഡുമാണ്. കാരണം അവിടെ ഈ ഡബിൾ ജെപ്പടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇനിയിപ്പോൾ ബോക്സിനകത്ത് പെനാൽറ്റി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഒരു അറ്റംപ്റ്റ് ടു വിൻ ദ ബോളാണെങ്കിൽ ഒരു ഫുട്ബോൾ ടാക്കിൾ നടത്തുകയാണെങ്കിൽ ഡബിൾ ജെപ്പടി ഒഴിവാക്കാൻ പറ്റും. അതായത് റെഡ് കാർഡും പെനാൽറ്റിയും ആ തരത്തിലുള്ള പണിഷ്മെൻറ്റ് കിട്ടില്ല. പെനാൽറ്റി പ്ലസ് യെല്ലോ കാർഡ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ അവിടെ അറ്റംപ്റ്റ് ടു വിൻ ദ ബോൾ ഉണ്ടായിരുന്നില്ല 100%. കാരണം അവിടെ ചെങ്ങാനെ പിടിച്ച് വലിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ
റെഡ് കാർഡ് കൊടുക്കാതിരിക്കാനുള്ള എക്സ്പ്ലനേഷൻ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ, ഒഫീഷ്യൽസിൻ്റെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ, അവിടെ ഫുൾ കൺട്രോൾ ഉണ്ടായിരുന്നില്ല, ബോളിൽ കൺട്രോൾ ഉണ്ടായിരുന്നില്ല എംബുമോ. എങ്ങനെയാണ് കൺട്രോൾ ഉണ്ടാവുക? പിടിച്ച് വലിച്ചിടുന്ന കാര്യത്തിൽ എങ്ങനെയാണ് കൺട്രോൾ ഉണ്ടാവുക? എന്ത് തേങ്ങമൽ വർത്താനാണത്? എന്തായാലും അവിടെ റെഡ് കാർഡ് കൊടുക്കേണ്ട സംഭവമായിരുന്നു. ഇതൊരു ഈ VR ചെക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഒരു 4 മിനിറ്റായി ബോളും പിടിച്ചിട്ട് ബ്രൂണോ നിൽക്കുകയാണ്. ഇതിനിടയിൽ ബ്രെൻഫോർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും നടത്തുന്നുണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കിക്ക് എടുക്കുന്നത്. പിന്നെ ബ്രൂണോ അടിച്ചിട്ടുള്ള കിക്ക് നമ്മുടെ കെലഹർ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ബ്രൂണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഡെബ്യൂ നടത്തിയതിന് ശേഷം പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി മിസ്സുകൾ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. 6 തവണ. കൂടുതൽ അറ്റംപ്റ്റുകളും ചങ്ങായി നടത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ ബ്രൂണോ ഫെയിലാകും നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ്. ഈ സീസണിൽ തന്നെ മറ്റൊരു സാഹചര്യം ചങ്ങായിക്ക് പെനാൽറ്റി ഗോളാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവർക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്. എന്തായാലും അവിടെ റെഡ് കാർഡ് കൊടുക്കാത്തതൊന്നും ഒരു പ്രശ്നമാണ്. പക്ഷേ ബ്രൂണോയെ സംബന്ധിച്ചിടത്തോളം അവിടെ അത് ഗോളാക്കണം. ശരിയാണ്, പെനാൽറ്റികൾ മിസ് ചെയ്യുന്നതൊക്കെ ഫുട്ബോളിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ യുണൈറ്റഡിന് വളരെ ആവശ്യമുള്ളൊരു സാഹചര്യമായിരുന്നു അവിടെ ഡെലിവറി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ആ മിഡ്ഫീൽഡിൽ ചങ്ങായി കളിക്കാൻ സാധിക്കുന്നില്ല. ആളുടെ ഒരു റോളല്ല അത്. വീണ്ടും വീണ്ടും ചങ്ങായിനെ അവിടെ കളിപ്പിക്കുന്നു. ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ അല്ല ബ്രൂണോ ഫെർണാണ്ടസ്. ശരിയാണ്, യുണൈറ്റഡിൻ്റെ നല്ലൊരു അറ്റാക്കിംഗ് പ്ലെയറാണ് ബ്രൂണോ, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ആൾ ശരിക്കും പ്രഷറിൽ ശരിക്കും പതറിപ്പോന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആളെ യൂസ് ചെയ്യുന്ന രീതിയും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ പിന്നെ എവിടെ യൂസ് ചെയ്യുന്നുള്ളതാണ്. ആ 10 റോൾ കളിക്കാൻ വേറെ ആളുകളുണ്ട്. ഇടങ്ങറ് പിടിച്ചൊരു സംഭവമാണത്. ക്ലോസ് ടു ദ ഗോളാണ് ചങ്ങായി കളിക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ ആൾ ആ മിഡ്ഫീൽഡിൽ ശരിക്കും ഇടങ്ങറവാണ്. ഉഗാർത്തിയും കംഫർട്ടബിൾ അല്ല. ആ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആ ഒരു പെനാൽറ്റി മിസ് കൂടി ആയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിൽ നിന്നൊരു തിരിച്ചറിവ് നടത്താൻ പറ്റുന്ന തരത്തിലൊരു മെൻറ്റാലിറ്റി മിസ്സായിട്ടില്ല. ഓൾറെഡി മെൻറ്റാലിറ്റി കൂപ്പൂത്തിരിക്കുകയാണ്. പക്ഷേ ചെൽസിക്കെതിരെ ജയിച്ചുകൊണ്ടിട്ട് കുറച്ചെങ്കിലും ഒരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ബൂസ്റ്റും ഇല്ല, ഹോർലിക്സും ഇല്ല, ഒരു കോംപ്ലാനിൽ ഒരു തേങ്ങയില്ലാത്ത രീതിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നത്. എന്ത് തേങ്ങയാണത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഷർട്ടല്ലേ ധരിക്കുന്നത്. പക്ഷെ എന്താണ്, മൊത്തത്തിൽ പ്ലേയേഴ്സ് കൺഫ്യൂസ്ഡാണ്, മാനേജർ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ പിന്നെ പ്ലേയേഴ്സും കൺഫ്യൂസ്ഡ് ആവൂലേ? സ്വാഭാവികമാണത്, വളരെ സ്വാഭാവികം. പിന്നെ മത്സരം പുരോഗമിക്കുന്നു. ഈ പറഞ്ഞ പോലെ കുറേ ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമാതിരി ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ റിതം ഉണ്ടാവില്ല. മാനേജ്മെൻറ്റ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മെനുവിൻ്റെ ഒരു പാസ് അത് പിന്നെ മാനേജ്മെൻറ്റിൻ്റെ പ്ലെയറിലേക്ക് തന്നെയാണ് എത്തിയത്. പക്ഷേ അവിടെ നിന്ന് അത് ബ്രെൻഫോർഡ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ 1 ടച്ച് പാസ്സാണ് ബ്രെൻഫോർഡ് നടത്തുന്നത്. ബ്യൂട്ടിഫുള്ളായിട്ട് ആ ബ്രെൻഫോർഡിൻ്റെ ഏരിയയിൽ അവർ 1 ടച്ച് പാസ് നടത്തിയിട്ട് അവർ എസ്കേപ്പ് ആവുകയാണ് ആ സിനാരിയോയിൽ നിന്ന്. ഫാന്റാസ്റ്റിക് ആയിട്ട് മാനേജ്മെൻറ്റ് വേണമെങ്കിൽ പഠിക്കാം അതൊക്കെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ യാർമിലിക്ക് എന്ന് പറയുന്ന ആ ചങ്ങായി ബോളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എംബൂമാണല്ലോ വിങ് ബാക്ക് ചങ്ങായി അവിടെ ആളിനെ വീഴ്ത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈസിലി ആളിനെ മറികടന്ന് പോയിട്ട് യെൻസൺ കൊടുക്കുകയാണ്. യെൻസൺ വേണമെങ്കിൽ യാർമുലിക്കിനെ പിക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഔട്ട്സൈഡ് ദ ബോക്സിന് ചങ്ങായി നല്ലൊരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. ബെയിന്തിർ എന്താണ് ചെയ്യുന്നത് എനിക്കൊരു പിടുത്തില്ല. പക്ഷേ ഒരു ഫാന്റാസ്റ്റിക് ഷോട്ടായിരുന്നു. അങ്ങനെ 3-1 ആക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആക്സെപ്റ്റബിൾ ആണോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത് വീണ്ടും അപ്സ്റ്റേഴ്സിൽ തന്നെയാണ്. അതായത് ഡിസിഷൻ മേക്കേഴ്സിലേക്ക് തന്നെയാണ് ചോദ്യങ്ങൾ കൂടുതലും ഉന്നയിക്കപ്പെടേണ്ടതായിട്ടുള്ളത്, അല്ലേ? അതായത് യുണൈറ്റഡിൻ്റെ ആരാധകർ വിചാരിച്ചിട്ടുണ്ടാവും ഗ്ലേസേഴ്സ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇനിയിപ്പോൾ ഫുട്ബോൾ ഓപ്പറേഷൻസ് നടത്താൻ പോകുന്ന ഇനിയോസ് അല്ലേ കാര്യങ്ങൾ ബെറ്റർ ആവുന്നുള്ളത്. പക്ഷേ ഇവന്മാരെടുക്കുന്ന തീരുമാനങ്ങളും അത്ര സുഖമുള്ള തീരുമാനങ്ങളല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. എന്തായാലും കാര്യങ്ങൾ ബെറ്റർ ആകും എന്നുള്ള ആ ഒരു വിശ്വാസം ഇപ്പോഴും പല യുണൈറ്റഡിൻ്റെ ആരാധകർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ സോ ഫാർ റുബൻ അമോറിമിൻ്റെ കീഴിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റെക്കോർഡ് പ്രീമിയർ ലീഗിൽ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഹൊറൻഡസ് ആണ്. 33 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ വെറും 9 വിജയങ്ങൾ മാത്രം, 7 സമനിലകൾ, 17 പരാജയങ്ങൾ. വിൻ പെർസെൻറ്റേജ് 27.2% ആണ്. അതായത് ഗ്രാം പോട്ടറാണ് പണി പോയത് 26%, വെസ്റ്റ് ഹാമിൽ വിൻ പെർസെൻറ്റേജ് ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആളുടെ പണി പോയത്. ഇവിടെ 27% ആണ് വിൻ പെർസെൻറ്റേജ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലുള്ള ഒരു ക്ലബിനാണ് ചങ്ങായി മാനേജ് ചെയ്യുന്നത്. 39 ഗോളുകൾ സ്കോർ ചെയ്തപ്പോൾ 53 കൺസീഡ് ചെയ്തു. 39 അടിക്കുന്നു, 53 കൺസീഡ് ചെയ്യുന്നു. ഗോൾ ഡിഫറൻസ് -14 പോയിൻറ്റ്സ്. 33 മത്സരങ്ങളിൽ നിന്ന് 34 പോയിൻറ്റ്സ്. എന്ത് പ്രൊജക്റ്റാണ്, എന്ത് പ്രോസസ്സാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ആക്സെപ്റ്റബിൾ അല്ല. ഇതുപോലെ ഒരു ചെൽസി സൈഡിലാണ് നടക്കുന്നതെങ്കിൽ എനിക്കൊരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, ആളങ്ങോട്ടേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഒരുപാട് ഇടങ്ങറ് പിടിച്ച പണി തൻ്റെ മുൻ മാനേജർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്,
പക്ഷേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകേണ്ട സമയമായില്ലേ? ഏകദേശം ഒരു വർഷമാകാറായി. നവംബർ ആകുമ്പോൾ ഒരു വർഷമാകും. ഇപ്പോഴും ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഇനിയും അടുത്ത മത്സരം സണ്ടർലാൻഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലിവർപൂളാണ്. സണ്ടർലാൻഡ് ഓൾഡ് ട്രാഫോർഡിലാണ്, ലിവർപൂൾ ആൻഫീൽഡിലാണ്. അതിനിടയിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ട്. യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ക്ലബ്ബുകളെ പോലെ യൂറോപ്യൻ ഹിൻഡ്രൻസ് ഇല്ല. ഒറ്റ ഗെയിമേ വീക്കുള്ളൂ. ബ്രെൻഫോർഡിന് ലീഗ് കപ്പ് ഫിക്സ്ചർ ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇവിടെ ഒരാഴ്ച കൊണ്ട് എന്ത് ഗെയിം പ്ലാനാണ് ഈ ബ്രെൻഫോർഡിനെതിരെ നടത്തിയെന്നുള്ളതാണ്. ബ്രെൻഫോർഡ് കൃത്യമായിട്ടും മാനേജ്മെൻറ്റ് എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഗെയിം പ്ലാൻ ചെങ്ങായി സെറ്റ് ചെയ്തു. ബ്രെൻഫോർഡ് ഫോർമേഷൻ മാറ്റി കളിച്ചു. അപ്പോൾ അതാണ് ഗെയിം സ്റ്റേറ്റിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും നല്ല സംഭവമാണ്. പക്ഷേ അതിനർത്ഥം എല്ലാ മത്സരങ്ങളിലും ഫോർമേഷൻ മാറ്റണം എന്നല്ല. കാരണം ചില മാനേജർമാർ അവരുടെ ആ ഒരു ഫോർമേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇപ്പോൾ ഒലിവർ ഗ്ലാസ്നർ ഇതേ രീതിയിൽ 3 at the back സിസ്റ്റമാണ് കളിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ചങ്ങായി ടീമിനെ സെറ്റ് ചെയ്യുന്നത് അല്ലേ? ഫാന്റാസ്റ്റിക്കായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവിടെ ചങ്ങായി സക്സസ്ഫുൾ ആകുന്നു? ഒബ്വിയസ്ലി അവിടുത്തെ പ്രഷറും ഇവിടുത്തെ പ്രഷറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒലിവർ ഗ്ലാസ്നർ അവിടെ ചെയ്യുന്ന പണി അസാധ്യ പണിയാണ്. ലിവർപൂളിനെതിരെയുള്ള ആ മത്സരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പെനാൽറ്റി മിസ്സിനെ കുറിച്ച് സംസാരിച്ചില്ലേ? അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ഡെബ്യൂ നടത്തിയതിന് ശേഷം 29 പെനാൽറ്റികൾ എടുത്തിട്ട് 6 മിസ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് സലാ ഇതേ കാലയളവിൽ 33 പെനാൽറ്റികൾ എടുത്തിട്ട് 5 മിസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറ ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്? ഇതിൽ തന്നെ ഈ 9 വിജയങ്ങളിലേ പലതും വന്നിട്ടുള്ളത് ന്യൂലി പ്രൊമോട്ടഡ് സൈഡുകൾ അല്ലെങ്കിൽ റെലിഗേറ്റഡ് ആയിട്ടുള്ള സൈഡുകൾക്കെതിരെയാണ്. ഇതൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഒന്നും പറയുന്നില്ല. എന്തായാലും ചില യുണൈറ്റഡിൻ്റെ ഫാൻസൊക്കെ സീസൺ തുടങ്ങുമ്പോൾ ഭയങ്കര പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറയുന്നുണ്ടായിരുന്നു യൂറോപ്യൻ പ്ലേസിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അവരുടെ ലക്ഷ്യം. അതായത് ടോപ്പ് 6 അതായിരിക്കണം അവരുടെ ലക്ഷ്യം. പക്ഷേ ആ സ്ക്വാഡിൽ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് മിഡ്ഫീൽഡ് എന്നുള്ളത് നമ്മൾ പറയുന്നൊരു സംഭവം തന്നെയായിരുന്നു. റിയാലിറ്റി മനസ്സിലാക്കുക, അത്ര എനിക്ക് മാഞ്ചസ്റ്റർ ആരാധകരോട് പറയാനുള്ളത്. അതേപോലെ തന്നെ ചെൽസി ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത് റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. റിയാലിറ്റി മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് ചെൽസിനെ കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ചെൽസിനെ കുറിച്ചും ഈ വീഡിയോയിൽ സംസാരിക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം അത്. ഓക്കെ, അതിനായിട്ട് കാത്തിരിക്കുക. ഗുഡ് ബൈ.